അടപ്രഥമൻ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ? അങ്ങനെ എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പായസമാണ് അടപ്രഥമൻ. അപ്പോൾ ഒരു ചെറിയ അടപ്രഥമൻ ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അരിയുടെ അടയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി, ഞാനതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ അടയിട്ട് നന്നായിട്ട് വേവിക്കുക. അത് വെന്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഈ അട മാറ്റിയതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ അട തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് ഈ അടപ്രഥമനിലേക്ക് വേണ്ടുന്ന ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കാം. അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജോലി പെട്ടെന്ന് കുറച്ചും കൂടെ എളുപ്പമായി മാറും. പിന്നെ ഈ അടയെല്ലാം വെള്ളമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് വേറൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കുക. കുറച്ച് നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ടൊരു തിള വരുമ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് ചവ്വരി ചേർക്കുന്നുണ്ട്. ചിലരൊന്നും ചവ്വരി ചേർക്കാറില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചവ്വരി ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റും പിന്നെ അത് കാണാനും ഒരു രസമാണ്. ഇതിൽ ഈ പേൾസ് പോലെ കിടക്കും പ്രഥമനിൽ. പിന്നെ നമ്മുടെ ഈ പ്രഥമൻ ഒന്ന് കുറുകാനും ഇത് സഹായിക്കും. അപ്പോൾ ചവ്വരി ഞാൻ പ്രത്യേകം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നമ്മുടെ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ ഇതിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതൊക്കെ തേങ്ങാക്കൊത്തൊക്കെ വറുക്കണമല്ലോ. അപ്പം നെയ്യ് ഉപയോഗിച്ച് തന്നെ വറുക്കുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പിന് പകരം കപ്പലണ്ടിയാണ് ചേർത്തിരിക്കുന്നത്. കപ്പലണ്ടിയുടെ ടേസ്റ്റ് വേറെ ഒരു അടിപൊളിയാണ്. അപ്പോൾ അത് കാരണം അതെല്ലാം ആ സമയത്ത് തന്നെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ ശർക്കരപ്പാനിയും അടയും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇതും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. യോജിച്ച് വരുമ്പോൾ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഇതിലേക്ക് ചേർക്കുക. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കേണ്ടെന്ന് ആവശ്യമില്ല. പിന്നെ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർന്ന് കുറുകി വന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. ഇടയ്ക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാൻ അധികം നെയ്യ് അങ്ങനെ ചേർത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചില പൊടികൾ കൂടെ ചേർക്കാനുണ്ട്. അതായത് ഒരു നുള്ള് ജീരകപ്പൊടി, അതുപോലെ തന്നെ ചുക്കുപൊടി, പിന്നെ ചേർക്കേണ്ടുന്നത് ഏലക്കാപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി, മുന്തിരി, അതുപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മണം അങ്ങോട്ട് നല്ല മണം വരാൻ തുടങ്ങും. ആളുകളെല്ലാം അപ്പോൾ വരിയായിട്ട് വന്ന് നിൽക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.